നമ്മൾ സാധാരണ കുറേ പേരെങ്കിലുമൊക്കെ ദിവസവും ഡയറി എഴുതുന്ന ശീലമുണ്ടല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും സർക്കാർ സ്കൂളിൽ പോകുന്ന 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡയറി എഴുത്ത് അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുട്ടികളുടെ ഭാവനയൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഡയറി കുറിപ്പിൽ എഴുതിയ ആ ഒരു കുറിപ്പ് അത് പാഠപുസ്തകത്തിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലേ? ആ കുട്ടിക്ക് അഭിമാനിക്കാവുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. കിഴക്കമ്പലം സർക്കാർ LP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരിയായ നന്ദിതയാണ് അങ്ങനെ പാഠപുസ്തകത്തിലേക്ക് ഒരു കുറിപ്പ് തന്നെ സംഭാവന ചെയ്ത മിടുക്കി. അപ്പോൾ അനിയത്തിയും കൂടി ഇനി ആ പാഠം പഠിക്കുമല്ലോ എന്നൊരു വലിയ സന്തോഷം കൂടിയുണ്ട് നന്ദിതയ്ക്ക്. ഇതാണ് നന്ദിത. കിഴക്കമ്പലം ഗവൺമെന്റ് LP സ്കൂളിലെ താരമാണ് കക്ഷി. 1ാം ക്ലാസ്സിൽ വെച്ച് ഈ കൊച്ചു മിടുക്കി എഴുതിയ ഡയറി ഇടം പിടിച്ചിരിക്കുന്നത് അടുത്ത ടൈമിലേക്കുള്ള 1ാം ക്ലാസ്സുകാരുടെ തന്നെ മലയാളം പാഠപുസ്തകത്തിൽ. കഴിഞ്ഞ വർഷം ഞാൻ 1ാം ക്ലാസ്സിൽ വെച്ച് എഴുതിയ ഡയറിയാണ്. അതിന് എൻ്റെ ടീച്ചർ സെലക്റ്റിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം അവൾ ഏതാണ്ട് ഒരു 226 ഡയറികൾ കുട്ടി സ്വയം എഴുതി. ഓരോ ദിവസവും അവളുടെ മനസ്സിൽ പതിയുന്ന കാഴ്ചകളും അതുപോലെ തന്നെ അവളുടെ അനുഭവങ്ങളൊക്കെയാണ് അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിഭവ സമാഹരണ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അന്ന്. ഇങ്ങനെ കുട്ടികളുടെ മെച്ചപ്പെട്ട സൃഷ്ടികൾ അതുപോലെ ഡയറികളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അധ്യാപകരോട്. അപ്പോൾ മറ്റ് അധ്യാപകരൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഞാനും എൻ്റെ കുട്ടികളുടെ ഡയറികളിൽ മികച്ചവ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് കുട്ടിയുടെ ഡയറി സെലക്ട് ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു പേജ് മാത്രമേ ഞാൻ ഇപ്പോൾ കണ്ടുള്ളൂ. UKG. 1ാം ക്ലാസ്. ഞാൻ എഴുതിയ ഡയറി തന്നെ അവള് പഠിക്കണം. ഇന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നോട് ആശംസകൾ പറഞ്ഞു. പിന്നെ അസംബ്ലിയിലും ആശംസകൾ ഉണ്ടായി. പിന്നെ ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കൊടുത്തു, ടീച്ചർമാർക്കും മിഠായി കൊടുത്തു. എൻ്റെ ഈ കുഞ്ഞു മനസ്സിന് ഇത്രയും സന്തോഷം തന്ന എൻ്റെ നസീമ ടീച്ചർക്ക് ഒരുപാട് നന്ദി. ഈ കുഞ്ഞു സ്കൂളിലെ അഭിമാനമാണ് നന്ദിത. എത്രയും വേഗം നന്ദിതയുടെ ഡയറി ഉൾപ്പെടുന്ന പാഠപുസ്തകം ഈ സ്കൂളുകളിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. കൊച്ചിയിൽ നിന്ന് മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്. വിഷ്ണു നമുക്കൊപ്പം ഉണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, ഇപ്പോൾ കുട്ടികളൊക്കെ ഈ ഡയറി എഴുത്ത് വൈകുന്നേരം അച്ഛനമ്മമാർക്കും ഒരു പണിയാണ്, അതൊക്കെ നോക്കലും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ആസ്വദിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ ഒരു മഹാനായ കവി, അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതി അദ്ദേഹത്തിന് തന്നെ പഠിക്കാനുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നന്ദിതയുടെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനൊന്നും കഴിയില്ലല്ലേ? ദിവിഷേട്ടാ, ഈ സ്കൂളിലെ ഒരു അഭിമാനമാണ് ഇപ്പോൾ നന്ദൂട്ടി. അവർ ടീച്ചർമാർക്കെല്ലാം വലിയ കാര്യമാണ്. ഈ സ്കൂള് വളരെ ചെറിയ ഒരു കുഞ്ഞു സ്കൂളാണ്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നുള്ളൂ. അതിൽ ടീച്ചർമാർക്കൊരു സങ്കടമുണ്ട്. ധാരാളം കുട്ടികൾ വരുന്നില്ല. അവർ കുട്ടികളെ നോക്കാനും പഠിപ്പിക്കാനും എല്ലാം തയ്യാറാണ്. പക്ഷേ അവിടേക്ക് കുട്ടികൾ വരുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. പക്ഷേ നന്ദൂട്ടി വഴി ഇനി ഈ വാർത്ത അറിയുമ്പോൾ കൂടുതൽ കുട്ടികൾ വരാനും അതുപോലെ ഈ സ്കൂളിനെ പറ്റി ആളുകൾ അറിയാനും ഒരു കാരണമാകുന്നു എന്നതിൽ ഈ ടീച്ചർമാർക്ക് വളരെ ഒരു പ്രത്യാശയും അവർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. നന്ദൂട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ നന്ദൂട്ടി വളരെ മികച്ച ഒരു കുട്ടിയാണ്. മികച്ച രീതിയിൽ സ്കൂളിൽ നിന്ന് ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി കൊണ്ടുവരികയും അത് യാതൊരു മടിയുമില്ലാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണെന്നാണ് ഈ ടീച്ചർ പറഞ്ഞത്. അതിൻ്റെ തന്നെ ഒരു തെളിവാണ് 226ഓളം ഡയറി കുറിപ്പുകളാണ് കഴിഞ്ഞ വർഷം മാത്രം നന്ദൂട്ടി എഴുതിയത്. ഈ വർഷം ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ പരിശോധിക്കുകയുണ്ടായ ഡയറിയിൽ 90ഓളം ഡയറി കുറിപ്പുകൾ ഇതിനോടകം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത് ഈ കുട്ടിയുടെ പുസ്തകത്തിൽ ഈ കുട്ടിയുടെ ഡയറി കുറിപ്പ്
അച്ചടിച്ചു വന്ന കാര്യം തന്നെ ഈ കുട്ടി എഴുതിയിട്ടുണ്ട്. അതിൽ സ്കൂൾ അസംബ്ലിയിൽ ഈ കുട്ടിക്ക് ലഭിച്ച അനുമോദനവും അതുപോലെ ടീച്ചർമാർ സന്തോഷം പങ്കിട്ടതും കൂട്ടുകാരുമായി മധുരം പങ്കുവച്ച വിവരങ്ങളും എല്ലാം എഴുതുന്നതോടൊപ്പം തന്നെ ചിത്രം വരച്ചും ആ കുട്ടി അതിൽ ഡയറി കുറിപ്പായി സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നന്ദൂട്ടിയെ ഏറെ പ്രത്യേകതയുള്ള ഒരു കക്ഷിയാക്കുന്നതും. എന്തായാലും വിഷ്ണു, അവിടുത്തെ അധ്യാപകരുടെ ആഗ്രഹം പോലെ ആ കുഞ്ഞിലൂടെ കൂടുതൽ കുട്ടികൾ ആ സ്കൂളിലേക്ക് വരട്ടെ. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നന്ദൂട്ടിക്ക് നമ്മുടെയും ആശംസകൾ. ഇനി ഒരുപാട് എഴുതട്ടെ, എഴുത്ത് ലോകമറിയട്ടെ.